ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം അവസാനമൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തോ അത്ര പിടിച്ചില്ല. ചില ദിവസങ്ങളുണ്ടാവില്ലേ നമുക്ക് ഒന്ന് അടിപൊളിയായിട്ടായിരിക്കും അവസാനിക്കണമെന്ന് ഭയങ്കര പീസ്ഫുള്ളായിട്ടായിരിക്കും. പക്ഷേ ഇടയ്ക്കൊക്കെ നടക്കുന്നതൊന്നും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. എന്തായാലും നടക്കാൻ പോയത് നമ്മുടെ മലയാറ്റൂർ തേക്ക് കാട് വഴിയായിട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ഒരു ആറാട്ടുകട അവിടത്തിൻ്റെ ഭാഗമായിട്ടൊരു അമ്പലമുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല ആംബിയൻസിൽ കൊന്നയൊക്കെ പൂത്ത് വെക്കണം. പോകണമെങ്കിൽ കടവുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ മലയാറ്റൂർ മല ഇറങ്ങാനവരൊക്കെ അവിടെ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഒരു കുളിർമ ഉണ്ടായിരുന്നു. നടത്തത്തിനും മഞ്ചാടിക്കൂരും ഒക്കെ പറക്കി 2 ആത്തച്ചക്ക കണ്ടു ആ തേക്കും കാട്ടിൻ്റെ ഭാഗത്തുനിന്ന്. അത് 2 പറിച്ചു. പക്ഷെ മൂത്തിട്ടൊന്നുമില്ല. ഇവിടെ വെച്ച് നോക്കാം. ഞാൻ തുറന്നിട്ട് എനിക്ക് എങ്ങുന്ന ആത്തച്ചക്ക കിട്ടിയില്ല. ഞാൻ വീട്ടിലെത്തിയിട്ട് 7:45 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ അതേ അപ്പച്ചൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനുള്ള വെണ്ടയ്ക്കൊക്കെയുള്ള വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ പുട്ടും പാളയംകുടം പഴം കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. അപ്പോൾ വേഗം പുട്ടുണ്ടാക്കുക, ഈ വെണ്ടയ്ക്ക ഒന്ന് വളർത്തിയെടുക്കുക. പാളയംകുടം പഴം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തായിരുന്നു. ഉണ്ടാക്കിയിട്ട് അപ്പച്ചൻ വെട്ടി വെച്ചതായിരുന്നു. നല്ല പഴച്ചക്ക വലിയമ്മച്ചിയുടെ അടുത്തുണ്ട്. നല്ല പഴച്ചക്ക അപ്പച്ചൻ ഉരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പങ്ങയൊക്കെ ഉണ്ടായിരുന്നു. കപ്പങ്ങ എത്തിച്ചിട്ടുണ്ട്. കപ്പങ്ങയിൽ ഒരു കഷ്ണം എടുത്തിട്ടോ ഇന്ന് ടാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതൊക്കെ ഫലിക്കാൻ നല്ല ചുമ്മാ ഒരു രസം. നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല തണുപ്പും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ കിട്ടും കേട്ടോ. ഇനിയാണ് നമ്മുടെ കഥയുടെ ടിസ്റ്റ് ഒന്നല്ല കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉത്സവപ്പറമ്പിലൊക്കെ ഇറങ്ങി വന്നേന്ന്. അവിടുന്ന് കഴിച്ച എന്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ തോമാച്ചിട്ട് ആൾ തന്നെ ഛർദിയായിരുന്നു. പിന്നെ അതിന് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവന്മാർ ഒന്ന് ഹോസ്പിറ്റൽ വർക്കച്ചന് ചെറിയൊരു ആസ്മയുടെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യിപ്പിക്കാൻ മെഡിസിനൊക്കെ എന്നുള്ള ഇതിൽ. അപ്പോൾ പതിപോലെ ഇച്ചാനും ജോലി ആയതുകൊണ്ട് ഞങ്ങളന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനും പിള്ളേരും കൂടെ ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ടോ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയി. അടുത്ത ഡോക്ടേഴ്സിനായാലും നമ്മളതിന് ഫോളോ അപ്പിനൊന്നും കിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അത്രയും കാര്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നും സജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ പോയതുകൊണ്ട് എൻ്റെ സമയം പോയെന്നല്ലാണ്ട് എനിക്ക് ഒരു ഉപകാരം തോന്നില്ല. പിന്നെ ഉപകാരം ഉണ്ടായത് എനിക്ക് 2-3 പേരെ കാണാൻ പറ്റിയിട്ടോ. അയർലൻഡിലുള്ള 2-3 പേരെ കണ്ടു. നാട്ടിൽ നിന്നുള്ള എൻ്റെ 1-2 വീഡിയോസ് കാണുന്നവർ വന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ കണ്ടവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒരു ഹലോ ഇടണം. ഞാൻ പേരൊക്കെ മറന്നുപോയിട്ട് വർത്താനൊക്കെ പറഞ്ഞു. തോമാച്ചിനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ വീണ്ടും ഛർദി. അപ്പോൾ ലിഫ്റ്റിൽ പോലും കയറാൻ പറ്റത്തില്ല. അതാണ് ഒക്കെ ഫുൾ എല്ലാ സ്ഥലവും ഞങ്ങൾ സ്റ്റെപ്പ് തന്നെ കയറേണ്ടി വന്നു. എന്തായാലും സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ ഇച്ചാൻ വരാമെന്ന് പറഞ്ഞിട്ടോ. എൻ്റെ ജോലി സമയം അത്യാവശ്യം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആകെ ബോറടിച്ചിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിയത്. അവിടെ എന്തായ ഒരു കപ്പലിൻ്റെ ചേട്ടൻ്റെ അടുത്ത് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി, നമ്മുടെ അയർലൻഡിലുള്ള പ്രവീണിൻ്റെ വീട്ടിലൊന്ന് കയറി അപ്പച്ചനോട് അമ്മച്ചിയുടെ ഒക്കെ വർത്താനം പറഞ്ഞ് തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നു കേട്ടോ. നമ്മുടെ കൊച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. കൊച്ചേട്ടൻ UK നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി